عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറയിലെ 153, 154 ആയത്തുകളാണ് നാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 153 പൂർണ്ണമായ അതിലെ ആശയങ്ങളും മറ്റും വിശദീകരിക്കുകയുണ്ടായി. അതിലടങ്ങിയ വ്യാകരണ നിയമങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. يا أيها الذين آمنوا يا എന്നത് ഹർഫ് നിദാ ആണ്. യാ എന്നത് ഹർഫ് നിദാ, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിദാ ആണ്. ഹർഫ് നിദാ ആണ് യാ. അയ്യുഹ പലതവണ വിശദീകരിച്ചതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല. അയ്യു, യാ അയ്യു ഹ. എന്താണ് അയ്യുഹ എന്നതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അയ്യു അയ്യു എന്നത് മുനാദയാണ്. മുനാദ മുമ്പിൽ മുതലിയാകുന്ന മുനാദയാണ് അയ്യു. അത് നസ്ബിന്റെ സ്ഥാനത്താണ് വരുന്നത്, കാരണം മുനാദയായതുകൊണ്ട്. പിന്നെ ഹ എന്നത് യാ അയ്യുഹ എന്താണ്? ഒരു ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്. ആളുകളുടെ ശ്രദ്ധ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് ഹർഫ് തൻബീഹ. ഹർഫ് തൻബീഹ. അപ്പൊ യാ അയ്യുഹ എന്നതൊരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ. ഖുർആനിൽ ധാരാളമായി നമ്മൾ കാണുന്നതാണ്. الذين എന്നത് ഇസ്മു മൗസൂലാണ്. മബ്നിയൻ അലൽ ഫത്ഹ, ഫത്ഹിൽ മബ്നിയായിട്ടുള്ള ഇസ്മു മൗസൂലാണ് അല്ലദീന. അത് ഏതിന്റെ സ്ഥാനത്താണ് വരിക? അല്ലദീന. യാ അയ്യുഹല്ലദീന ഈ മഹൽ എന്തായിരിക്കും അവിടെ?
في محل نصب ആയിരിക്കും. يا أيها الذين آمنوا അയ്യു യഥാർത്ഥത്തിൽ നസ്ബിന്റെ സ്ഥാനത്താണ് അല്ലെ? അയ്യു അത് നസ്ബിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ അല്ലദീന അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നഅത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ മഹല്ല് നസ്ബാണ്, നഅത്താവുന്നത് കൊണ്ട്. അല്ലദീന നഅത്താവുന്നത് കൊണ്ട്, ഇതിന്റെ അയ്യു എന്നതിന്റെ നഅത്താവുന്നത് കൊണ്ട്. آمنوا آمنوا വിശ്വസിച്ചത് ഫിഅൽ മാദിയാണ്. ളമ്മിൽ മബ്നിയാകുന്ന ഫിഅൽ മാദിയാണ് ആമനു. അദ്മന യുഅ്മിനു, അദ്മനയാണ് ആമനയാവുന്നത്. അദ്മന അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ എന്നർത്ഥം അല്ലെ? ഹേ വിശ്വസിച്ചവരെ. ആമനു ഫിഅൽ മാദി മബ്നിയുൻ അല ദ്ദം. പിന്നെ അത് വാവുൽ ജമാഅത്ത്, വാവുൽ ജമാഅത്ത് ضمير مبني على السكون في محل رفع فاعل. يا أيها الذين آمنوا استعينوا استعان يستعين استعان സഹായം തേടി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു, അവിടെ ഞങ്ങൾ സഹായം തേടുന്നു എന്നതാണ് നസ്തഈനു. അപ്പോ ഇസ്തആന യസ്തഈനു, ആന നിന്നാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഇസ്തഫഅല വസ്നാണ് ഇസ്തആന. പല രൂപത്തിൽ ആന സഹായിച്ചു, അതിന്റെ ഫല വസ്നിൽ ആന. തആവന പരസ്പരം സഹായിച്ചു, അതാണ് തആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കുക എന്ന് പറയും. അതിന്റെ തഫഅല വസ്ൻ. പിന്നെ ഇസ്തആന അത് ഇസ്തഫഅല വസ്നിൽ, ഇസ്തഫഅല വസ്നിലാണ് ഇസ്തആന. ആവുനെ ചോദിക്കുക. ആവുന് എന്ന് പറഞ്ഞാൽ സഹായം. അതിന്റെ ഇസ്തഈനു, ഇസ്തഈൻ അതാണ് അതിന്റെ അംർ ഹാദർ. ഇസ്തഈൻ നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതാണ് ഇസ്തഈൻ, നീ ചോദിക്കുക. അതിന്റെ ഇസ്തഈൻ എന്ന് പറയുമ്പോൾ ഒരാളോട്, രണ്ടാളോടാകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ജംഅന്റെ രൂപമാണ് ഇസ്തഈനു. ഇസ്തഈനു എന്ന് പറയും. നിങ്ങൾ സഹായം തേടുക. ഇസ്തഈനു അത് ഫിഅൽ അംറാണ്. ഇസ്തഈനു എന്നത് ഫിഅൽ അംറാണ്. നൂനിനെ ഹദഫ് ചെയ്തുകൊണ്ട് മബ്നി ആകുന്ന ഫിഅൽ അംറാണ്. എന്ത്? ഇസ്തഈനു.
യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി ക്ഷമ കൊണ്ട് ബി ഹർഫ് ചെറുതാണ് അസ്വബർ ക്ഷമ സ്വബർ അസ്വബർ അത് ബി വന്നതുകൊണ്ട് സ്വബർ എന്നത് ഇസ്മ മജ്റൂറാണ് ക്ഷമ കൊണ്ട് വാ വാ സ്വലാത്തി മഅ്തൂഫാണ് മജ്റൂറാണ് يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين يا أيها الذين آمنوا استعينوا بالصبر والصلاة صلاة وعلى صبر മജ്റൂറാണ് അതിലേക്ക് ചേർത്തി തന്നെയാണ് വാവ് ഉപയോഗിച്ചുകൊണ്ട് ക്ഷമയും നമസ്കാരവും. അപ്പൊ ക്ഷമയുടെ ഇഅ്റാബ് എന്താണോ അത് തന്നെയാണ് സ്വലാത്തിന്റെയും ഇഅ്റാബ്. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. إن حرف نصب لا إن حرف توكيد ونصب. إن الله نظر اسم الجلالة منصوب كان اسم إن. الجلالة منصوب. إن الله مع കൂടെ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു മഅ കൂടെയാണ്. മഅ എന്ന് പറയുന്നത് ളർഫ് മകാന മഅ ളർഫ് മകാന മൻസൂബാണ്. ومع الصابرين الصابرين صابر صابر ക്ഷമിക്കുന്നവൻ. സ്വബറ എന്നതിന്റെ പേരിൽ നിന്നുണ്ടാകുന്ന ഇസ്മു ഫാഇൽ സാബിറുൻ. സ്വബറ സാബിറുൻ സ്വബറ ക്ഷമിച്ചു. ആ ക്ഷമിക്കുന്ന ആൾക്ക് എന്ന് പറയും ഫാഇലുൻ എന്ന് പറയുന്നത് പോലെ സാബിറുൻ. ആ സാബിറുൻ എന്നതിന്റെ ജംആണ് സാബിറൂന. സാബിറൂന അപ്പോ الصابرون الصابرون മാരിഫിയായിട്ട് പറയാം സാബിറൂൻ. മഅ അതിനോട് ഇളാഫത്ത് ചെയ്തതുകൊണ്ട് അത് മൻസൂബായി മാറുന്നു. അങ്ങനെ മഅ സ്വാബിരീന എന്നായി മാറുന്നു. മഅ അസ്വാബിരീന സ്വാബിരീങ്ങളുടെ കൂടെ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു മഅ സ്വാബിരീന ക്ഷമിക്കുന്നവരുടെ കൂടെ. അപ്പോ സ്വാബിറൂന ക്ഷമിക്കുന്നവർ. സ്വാബിരീന എന്നാവാൻ കാരണം മഅയോട് ഇളാഫത്ത് ചെയ്തുകൊണ്ട് അസ്വാബിറൂൻ എന്നത് മുളാഫ് ഇലൈഹി ആകുന്നത് കൊണ്ട് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. അതുകൊണ്ട് അസ്വാബിരീന എന്നായി മാറും. പക്ഷേ നേരത്തെ ഇന്നല്ലാഹ ഇന്ന ഹർഫ് നസ്ബ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തൗക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫ് നസ്ബാണ് ഇന്ന. അതിന്റെ ഇസ്മാണ് അല്ലാഹ. ഇന്നല്ലാഹ അതിന്റെ ഖബർ
എന്താണ് ഈ ജുംലയാണ് മഅസ്സാബിരീൻ എന്ന ജുംല. അതെന്താകുന്നു ഫീ മഹല്ലി റഫ്ഇ ഖബർ. പിന്നീട് ഖബറായി മാറും. പിന്നീട് ഖബറായി മാറുന്നു. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. തൊട്ടതിന് ശേഷമുള്ള അതിനോട് ചേർന്നുള്ള ആയത്ത് ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولا تقولوا നിങ്ങൾ പറയരുത്. ولا تقولوا നിങ്ങൾ പറയരുത്. ലിമൻ ഒരാളെക്കുറിച്ച് യുഖ്തലു അവൻ കൊല്ലപ്പെടുന്നു. വലാ തഖൂലു നിങ്ങൾ പറയരുത്. ലിമൻ യുഖ്തലു കൊല്ലപ്പെടുന്നവരെ കുറിച്ച്. ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ. വലാ തഖൂലു നിങ്ങൾ പറയരുത്. ലിമൻ യുഖ്തലു കൊല്ലപ്പെടുന്നവരെ കുറിച്ച്. ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ. അംവാത്തുൻ മരിച്ചുപോയവർ എന്ന് പറയരുത് എന്നർത്ഥം. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്തുൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് നിങ്ങൾ മരണപ്പെട്ടവർ എന്ന് പറയരുത്. പക്ഷേ എന്നാൽ അഹ്യാഉൻ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ എങ്കിലും ലാ തശ്ഉറൂൻ നിങ്ങൾ ഗ്രഹിക്കുകയില്ല. ولا تقولوا لمن يقتل في سبيل الله أموات. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് നിങ്ങൾ കേവലം മരണപ്പെട്ടവർ എന്ന് പറയരുത്. ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ എന്നാൽ അവർ ജീവിച്ചിരിക്കുന്നവരാകുന്നു എങ്കിലും നിങ്ങളത് ഗ്രഹിക്കുകയില്ല. ولا تقولوا لمن يقتل ولا تقولوا لمن يقتل ولا تقولوا. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ സാധാരണ നിരക്കുള്ള ദീർഘം മാത്രമാണുള്ളത്. മിതമായി ദീർഘിപ്പിക്കാൻ പാടില്ല. ولا تقولوا എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. ولا تقولوا സാധാരണ നിരക്കുള്ള ദീർഘം മാത്രം. മദ്ദില്ലാത്ത സ്ഥലങ്ങളിൽ മദ്ദിന്റേതായ രൂപത്തിൽ നീട്ടി ഓതരുത്. പലർക്കും അവരുടെ ഓത്തിന്റെ ഒരു രീതി അനുസരിച്ച് ചിലപ്പോൾ സംഭവിച്ചു പോകുന്ന അബദ്ധമാണ്. ولا تقولوا لمن يقتل لمن നൂന് അത് സുക്കൂനാണ്. സുക്കൂനുള്ള നൂനാണ്. ശേഷം യാ ഇദ്ഗാം ചെയ്തുകൊണ്ട് നൂനിനെ യായിലേക്ക് ചേർത്തുകൊണ്ട് ലിമൻ യുഖ്തലു എന്നല്ല ലിമൈ യുഖ്തലു. പക്ഷെ അപ്പോൾ മണിക്കും വേണം ഉന്നത്തോട് കൂടിയിട്ട്. കേവലം ലിമൈ യുഖ്തലു എന്ന് പറയല്ല, മണിച്ചുകൊണ്ട് ഓർണം.
അപ്പോ ولا تقولوا لمن يقتل ഖാഫിന് സുകൂനാണ്, അത് കൽക്കലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യുഖ്തലു എന്നല്ല, യുഖ്തലു ولا تقولوا لمن يقتل في سبيل الله أموات في سبيل الله ഇത്തരം സന്ദർഭങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ തരത്തിലുള്ള ദൈർഘ്യം. ولا تقولوا لمن يقتل في سبيل الله أموات. അവിടെ വഖഫ് ചെയ്യുമ്പോൾ അല്പം നീട്ടി വഖഫ് ചെയ്യാം. ആരിദിന്റെ ആരിദായിക്കൊണ്ട് ശരിക്കുള്ള മതം അവിടെ ഇല്ല, മറിച്ച് വഖഫ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന നീട്ടി വഖഫ് ചെയ്യുന്ന രീതിയാണ്. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون بل أحياء അവിടെ മദ്ദുണ്ട്, ഒരേ അക്ഷരത്തിൽ വരുന്ന മദ്ദാണ്. മദ് മുത്തസിലാണ്. നീട്ടി 5-6 ഹർഫുകളുടെ ദൈർഘ്യത്തോടുകൂടി അത് നീട്ടണം. ولكن لا أحياء ولا അവിടെ തൻവീനുണ്ട്. അഹ്യാഉൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ഗാം ബിഗുന്നയുടെ നിയമമാണ്. വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. അഹ്യാഉ ബൽ അഹ്യാഉ വലാകിൻ ലാ സുബ്ഹാനഹു ശേഷം ലാ ആണ്. അവിടെ ഇദ്ഗാം ചെയ്യണം, പക്ഷേ ഉന്നത്ത് പാടില്ല, മണിക്കാൻ പാടില്ല. വലാകില്ല നൂന് ലാമിലേക്ക് ചേർത്തുകൊണ്ട്, നൂന് ഒഴിവാവാതെ ലാമിലേക്ക് ചേർത്തുകൊണ്ട് ഉന്നത്തില്ലാതെ മണിക്കാതെ ഓർമ്മ. വലാകില്ല തശ്ഊൻ വഖഫ് ചെയ്യുമ്പോൾ നീട്ടി വഖഫ് ചെയ്യാം. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولا تقولوا നിങ്ങൾ പറയരുത് വാവ് അത്ഫിന്റെ വാവാണ്. ലാ എന്നത് നഹി ഉപയോഗിക്കുന്ന പറയരുത്, നഹിയുടെ നഹിയുടെ ഹർഫാണ്. ലാ ഹർഫ് നഹിയാണ്. അതോടൊപ്പം ശേഷം വരുന്ന ഫിഅൽ മുദാരി അല്ലെങ്കിൽ അത് ജസ്മ് ചെയ്യപ്പെടും. അപ്പോ ലാ എന്നതാണ് തഖൂലു ഖാല യഖൂലു
ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു. അത് തഖൂലു നീ പറയുന്നു, തഖൂലൂന നിങ്ങൾ പറയുന്നു. അതിനു മുമ്പിലാണ് ലാ വന്നിട്ടുള്ളത്. ലാ തഖൂലു, തഖൂലൂന എന്നതിന്റെ നൂന് ഹർഫ് ചെയ്യപ്പെട്ടു പോകുന്നു. അപ്പൊ എങ്ങനെയാണ്? ലാ ഹർഫ് നഹിയാണ്, നിരോധനം, പറയരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അരുത് എന്ന് സൂചിപ്പിക്കാനുള്ള ലാ, ഇല്ല എന്ന അർത്ഥത്തിലല്ല. അവർ പറയുന്നില്ല എന്നതല്ല. പറയുന്നില്ല എന്ന് പറയുമ്പോൾ നഫിയാണ്, നിഷേധം. ഇത് നിരോധം. ലാ അരുത്. തഖൂലൂന നിങ്ങൾ പറയുന്നു. ലാ തഖൂലു നിങ്ങൾ പറയരുത്. തഖൂലു എന്ന് പറയുന്നത് ഫിഅൽ മുദാരി' മജ്സൂമാണ്. ഫിഅൽ മുദാരി' മജ്സൂമാണ്. തഖൂലു എന്നത് ഫിഅൽ മുദാരി' മജ്സൂമാണ്. വലാ തഖൂലു ലിമൻ യുഖ്തലു ലി ഹർഫ് ജറ. ലിമൻ മൻ എന്നത് ഇവിടെ ആര് എന്ന ഇതിലല്ല, മറിച്ചത് ഇസ്മ മൗസൂലായിട്ടാണ്. സുക്കൂനില് മബ്നിയാകുന്ന ഇസ്മ മൗസൂൽ. പക്ഷെ അത് ജറിന്റെ സ്ഥാനത്താണ് വരുന്നത്. കാരണം അതിനു മുമ്പ് ഹർഫ് ജറ് കടന്നു വന്നതുകൊണ്ട്. മൻ ലിമൻ യുഖ്തലു ലിമൻ യുഖ്തലു അവൻ കൊല്ലപ്പെടുന്നു. ഖതല യഖ്തുലു ഖതല യഖ്തുലു അതിന്റെ മജ്ഹൂലാണ്. എന്താ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫാഇലിനെ പറയപ്പെടാത്തത്. ആരാ കൊന്നത് എന്നില്ല, ഇവർ കൊല്ലപ്പെടുന്നു എന്നർത്ഥത്തിൽ. വലാ തഖൂലു നിങ്ങൾ പറയരുത് ലിമൻ യുഖ്തലു കൊല്ലപ്പെടുന്നവനെ കുറിച്ച്, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച്. മൻ എന്നത് മൗസൂലാണ്. അത് ജംഅന്റെ അർത്ഥത്തിലും ഉപയോഗിക്കുന്നു, അവർ എന്ന അർത്ഥത്തിൽ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫിഅൽ മുദാരിയാണ്. ഇതാണ് മബ്നിയുൻ ലിൽ മജ്ഹൂൽ. മബ്നിയുൻ ലിൽ മജ്ഹൂൽ മജ്ഹൂലിന്റെ രൂപമാണ് യുഖ്തലു. ഫഅല യഫ്അലു, അത് യുഫ്അലു എന്നാവുമ്പോൾ അത് മജ്ഹൂലിന്റെ രൂപമായി. ഖതല കൊന്നു, ഖുതില കൊല്ലപ്പെട്ടു, അത് മജ്ഹൂലാണ്, മാദിയിലുള്ള മജ്ഹൂലാണ്. മുദാരിയിലാവുമ്പോൾ യഖ്തുലു എന്നത് യുഖ്തലു എന്നാകുന്നു. അപ്പോ മഅറൂഫും മജ്ഹൂലും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മഅറൂഫാകുമ്പോൾ യഖ്തുലു എന്ന് പറയുമ്പോൾ അവൻ കൊല്ലുന്നു, കൊല്ലുന്ന ആള് ആരാണ്? അവനാണ്. അപ്പൊ കൊല്ലുന്ന ആൾ അവിടെ ഉണ്ട്. അപ്പൊ ഫാഇൽ എന്താണ്? അത് മഅറൂഫാണ്. എന്നാൽ യുഖ്തലു എന്ന് പറയുമ്പോൾ കൊല്ലപ്പെടുന്നു, ആരാ കൊല്ലുന്നത്? അതില്ല, അത് പറയുന്നില്ല, അത് മജ്ഹൂലാണ്, അത് അറിയപ്പെടുന്നില്ല. അറിയപ്പെടാത്തത് എന്നർത്ഥമാണ് മജ്ഹൂൽ. അപ്പോ ഫാഇൽ അവിടെ മജ്ഹൂലാകുന്നു. ولا تقولوا لمن يقتل في سبيل الله في حرف جر. سبيل اسم مجرور. الله سبيل الله എന്ന് പറയുമ്പോൾ الله إليه مجرور. سبيل الله അല്ലാഹുവിന്റെ മാർഗം. سبيل الله അത് ഫീ വന്നതുകൊണ്ട് ഫീ സബീലില്ലാഹ്, സബീലിപ്പം സബീലുല്ലാഹി എന്നത് സബീലില്ലാഹി എന്നായി. അല്ലാഹുവിലേക്ക് മദ്ഹൂ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, കൊല്ലപ്പെട്ടവർ. അംവാത് മയ്യിത്ത് അതിന്റെ ബഹുവചനമാണ് അംവാത്. അംവാത്ത് മയ്യത്ത് മൃതദേഹം, അംവാത്ത് മൃതദേഹങ്ങൾ, മരിച്ചവർ.
മരണപ്പെട്ടവർ. അപ്പോൾ കേവലം അവരെ കുറിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചൊരു ബഹുമാനമില്ലാതെ മറ്റുള്ളവരെ പറയുന്നത് പോലെ മരിച്ചവര് എന്ന് പറയരുത് എന്നാണ്. അല്പം ബഹുമാനത്തോടുകൂടി അവർ ശ്രോതാക്കളാണ്. അല്ലാഹുവിന്റെ രക്തസാക്ഷിത്വത്തിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു പ്രാപിച്ച, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ അങ്ങനെ ശുഹദാക്കളായി മാറിയിട്ടുള്ളവരാകുന്നത്. അർത്ഥത്തിലാണ് പറയുന്നത്. അവർ മരിച്ചിട്ടില്ല, അവർക്ക് മരണമുണ്ടായിട്ടില്ല എന്ന അർത്ഥത്തിലല്ല. മയ്യത്ത് എന്നതിന്റെ ബഹുജനമാണ് അംവാത്ത്. അപ്പോ അവിടെ അംവാത്തുൻ എന്ന് പറയുന്നത് മയ്യത്ത് അംവാത്തുൻ മരിച്ചവർ എന്ന് പറയും. യഥാർത്ഥത്തിലൂടെ ഖബറാണ്, ഖബർ മർഫൂആണ്. അതിന്റെ മുബ്തദ എന്താണ്? മുബ്തദ ഇവിടെ ഹദ്ഫ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്നു. എന്തായിരിക്കും മുബ്തദായി വരിക? അവർ മരണപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ്. ഹും എന്ന ഹും എന്നത് മഹ്ദൂഫാണ്. അത് മഹ്ദൂഫാണ്, അത് ഹദ്ഫ് ചെയ്യപ്പെട്ടു. അവർ മരണപ്പെട്ടവർ. ولا تقولوا لمن يقتل في سبيل الله هم أموات. ഹും എന്നതവിടെ ഇല്ല, ഭാഷ ശൈലി അനുസരിച്ച് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ولا تقولوا لمن يقتل في سبيل الله أموات. അപ്പോൾ അംവാത്ത് ഖബർ മർഫൂആണ്. بل أحياء ولكن لا تشعرون. ബൽ എന്നതിനെ സംബന്ധിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ബൽ? ഹർഫ് ضابാണ്. അതായത് മുമ്പ് ولا تقولوا لمن يقتل في سبيل الله أموات. അതിനെ അംവാത്തുൻ മുമ്പ് പറഞ്ഞതിനെ ഒഴിവാക്കി എന്നിട്ട് മറ്റൊന്നിനെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ബൽ അതാണ് ഹർഫുൽ വൽ അഹ്യാഉൻ ഹയ്യുൻ. അതിന്റെ ബഹുവചനാണ് അഹ്യാ. حي أحياء. والأحياء പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഹ്യാഉൻ എന്നത് ഇവിടെ ഖബറാണ്, ഖബർ മർഫൂആണ്. അതിലെ ഹദ്ഫ് ചെയ്യപ്പെട്ട മുബത്തദ ഹും എന്ന് തന്നെ. ബൽ ഹും അഹ്യാഉൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബൽ അഹ്യാഉൻ. വലാകിൻ വാവ് ഹർഫാണ്, അല്ലെങ്കിൽ ഹാലിന്റെ വാവാണ് എന്നും പറയാം. ലാകിൻ പക്ഷേ എന്താണ്? ഹർഫ് ഇസ്തിദ്റാഖ് അല്ലേ? പഠിച്ചിട്ടുണ്ട്. ഹർഫ് ഇസ്തിദ്റാഖാണ്. പക്ഷേ എന്താണ് ഇസ്തിദ്റാഖ് എന്നൊക്കെ കൂടുതൽ വിശദീകരിച്ച് നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ട് തൽക്കാലം അതങ്ങനെ മനസ്സിലാക്കുക. വലാകിൻ ലാ തശ്കുറൂൻ. ലാ ഹർഫ്
ലാ തശ്ഉറൂന ഹർഫ് എന്തായിരിക്കും? നഫിയായിരിക്കുമോ നഹിയായിരിക്കുമോ? ലാ എന്ന് പറയുന്നത് വലാകില്ല ഹർഫ് നഫിയായിരിക്കും. ലാ ഹർഫ് നഫിയ. തശ്ഉറൂന നിങ്ങൾ ഗ്രഹിക്കുന്നു. തശ്ഉറൂന تشعرون شعر يشعر تشعرون നിങ്ങൾ ഗ്രഹിക്കുന്നു. നിങ്ങൾ ഗ്രഹിക്കുന്നു. നിങ്ങൾ ഗ്രഹിക്കുന്നു. അപ്പോൾ ഫിഅൽ മുളാരിയാണ്, മർഫൂആയി വരുന്ന ഫിഅൽ മുളാരിയാണ്. ലാ ഹർഫ് നഫിക്ക് ശേഷം വരുന്ന ഫിഅൽ മുളാരി എന്ത് ചെയ്യുന്നില്ല? അത് ജസ്മ് ചെയ്യപ്പെടുന്നില്ല. അത് റഫ്ഇന്റെ രൂപം തന്നെയാണ്. നൂനിനെ അവിടെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് റഫ് ചെയ്യപ്പെടുന്നു എന്നാണ്. ലാ എന്ന് വരുമ്പോൾ ഹർഫ് നഫിയാണ്. പക്ഷെ അതേസമയം ലാ ഹർഫ് നഹിയാണെങ്കിൽ നിങ്ങൾ ഗ്രഹിക്കരുത് എന്നാണെങ്കിൽ ലാ തശ്ഉറൂ എന്നായി അവിടെ നിർത്തും. പക്ഷേ ഇത് ഹർഫ് നഫിയാണ്. അത് ലാ തശ്ഉറൂന എന്നാണ് പറയുന്നത്. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് അംവാത്ത് എന്ന് പറയരുത്, മരിച്ചവർ എന്ന് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള സാരം എന്താകുന്നു? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ إن أرواح الشهداء في حواصل طيور خضر في حواصل طيور خضر تصرف في الجنة حيث شاءت ثم تأوي إلى قناديل معلقة تحت العرش فطلع عليهم ربك إطلاعا فقال ماذا تبغون؟ فقالوا يا ربنا وأي شيء تبغي؟ فقد عافيتنا وأي شيء نبغي وقد عافيتنا ما لم تعطي أحدا من خلقك. ثم عاد عليهم بمثل هذا فلما رأوا أنهم لا يتركون من أن يسألوا قالوا نريد أن تردنا إلى الدار الدنيا فنقاتل في سبيلك حتى نقتل فيك مرة أخرى. فيقول الرب جل جلاله إني كتبت عنهم إليها لا يرجعون. അതായത് ശുഹദാക്കളുടെ ആത്മാക്കൾ പച്ചവർണ്ണമുള്ള ചില പക്ഷികളുടെ ഉള്ളങ്ങളിലായി സ്വർഗത്തിൽ അവർ ഉദ്ദേശിച്ചിടത്തുകൂടി മേഞ്ഞുകൊണ്ടിരിക്കുമെന്ന്, അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾ കണ്ട് തങ്ങളെ ഇഹത്തിലേക്ക് മടക്കി വീണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെടുമാറാക്കി കൊടുക്കുവാൻ അവർ അല്ലാഹുവിനോട് അപേക്ഷിക്കും എന്നൊക്കെയാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ഇനി മടക്കമില്ലെന്ന് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു അവരോട് പറയുമെന്നാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്ന ഒരു വിഷയമാണ്. അപ്പോ ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാക്കൾ പച്ചവർണ്ണങ്ങളുള്ള ചില പക്ഷികളുടെ ഉള്ളങ്ങളിലായി സ്വർഗത്തിൽ അവർ ഉദ്ദേശിച്ചിടത്തോളം മേഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾ കണ്ട് ഒരുപാട് പ്രതിഫലം അവർക്ക് കണ്ട് അല്ലാഹുവിനോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീതു അൻ തുറുദ്ദനാ ഇല ദാരി ദുനിയ, എന്നാൽ ദുനിയാവിലേക്ക് ഞങ്ങൾ ഒന്നുകൂടി മടക്കണം. ഫനുഖാതിലു ഫീ സബീലിക, അപ്പോൾ അങ്ങനെയാവുമ്പോൾ താങ്കൾ അല്ലാഹുവിന്റെ നിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാം. ഹത്താ നുഖ്തല, ഞങ്ങൾ വീണ്ടും കൊല്ലപ്പെടുന്നത് വരെ ഫീക മറത്തൻ ഉഖറ, ഒരു പ്രാവശ്യം കൂടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത് ഇന്നി കതബ്തു
അന്നഹും ഇലൈഹ ലാ യർജിഊൻ, ഞാൻ അവർക്ക് വിധിച്ചിട്ടുണ്ട് അന്നഹും ഇലൈഹ ലാ യർജിഊൻ, അവർ അതിലേക്ക് മടങ്ങിപ്പോവുകയില്ല. അപ്പോ ഭൂമിയിലേക്ക് അവർ മടങ്ങി വരികയില്ല, അവർ സ്വർഗത്തിൽ തന്നെയാണ്, ഭൂമിയിലെ അവരുണ്ടാവില്ല. പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതിന്റെ വിശദീകരണമായി മുഹമ്മദ് അമാനി മൗലവി പറഞ്ഞ കാര്യം ഒന്ന് വായിക്കുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. മുൻ ആയത്തിൽ ക്ഷമയെയും നമസ്കാരത്തെയും കുറിച്ച് പ്രസ്താവിച്ചു. ക്ഷമയുള്ളവർ സഹനമുള്ളവരും നമസ്കാരമുള്ളവർ ഭയഭക്തിയുള്ളവരുമായിരിക്കുമല്ലോ. അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുവാനും ജീവൻ ത്യജിക്കുവാനും തയ്യാറാകുന്നതും ഇങ്ങനെയുള്ളവരായിരിക്കും. സമരവേളയിൽ വല്ലവരും വധിക്കപ്പെട്ട് രക്തസാക്ഷികളാകുന്ന പക്ഷം അവർ പ്രത്യക്ഷത്തിൽ മരണപ്പെട്ടവരാണെങ്കിലും യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരല്ല. അതുകൊണ്ട് അവരെപ്പറ്റി സാധാരണ മരണപ്പെട്ടവരെ പോലെ കരുതിക്കൂടാ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെ അല്ലാഹു അറിയിക്കുന്നു. രക്തസാക്ഷികളുടെ ഷഹീദുകളുടെ മരണം വാസ്തവത്തിൽ മരണമല്ലെന്നോ മരിച്ചുവെന്ന് അവരെപ്പറ്റി പറയാൻ പാടില്ലെന്നോ അല്ല. അവരുടെ മറ്റുള്ളവരുടെ മരണവും അവരുടെ മരണവും ഒരേ നിലയിൽ കണക്കാക്കിക്കൂടാ എന്നൊക്കെ അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം. സൂറത്തുൽ ആൽ ഇംറാനിൽ ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون ولا تحسبن الذين قتلوا في سبيل الله أمواتا. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ അവർ മരണപ്പെട്ടവരാണെന്ന് തീർച്ചയായും നീ ഗണിക്കരുത്. അവർക്ക് എന്നാൽ തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർ. അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അവർ ഔദാര്യ നിമിത്തം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ സന്തുഷ്ടരായിക്കൊണ്ട് അവരുടെ പിന്നിൽ നിന്ന് അവരോട് വന്നു ചേർന്നിട്ടില്ലാത്തവരെ കുറിച്ച് അവർ സന്തോഷമടയുകയും ചെയ്യുന്നു. അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, അവർ വ്യസനിക്കുകയും ചെയ്യുകയില്ല എന്ന്. അപ്പോ സൂറത്ത് ആൽ ഇംറാനിലും ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാഹുവിന്റെ അടുക്കലുള്ള ഒരു കാര്യമാകുന്നു. ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഈ ഇഹലോകവാസം വെടിഞ്ഞവരെ കുറിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുന്നത് പോലെയുള്ള മരണമല്ല, അവർ വീരമൃത്യുവാണ് വരിച്ചിട്ടുള്ളത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ സാധ്യമല്ല. അവർ വളരെയധികം സന്തോഷത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ വളരെയധികം ആഗ്രഹിക്കപ്പെട്ട ആളുകളാകും. എന്നാൽ അതേസമയം എന്താണ് ഇത്തരം ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പല ആളുകളും ശുഹദാക്കളായ ആൾക്കാർ മരിച്ചവരല്ല, അവർ ഭൂമിയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരോട് നമുക്ക് സങ്കടങ്ങൾ പറയാം തുടങ്ങിയിട്ടുള്ള വിശ്വാസം ജനങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അവരുടെ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് ഈ ആയത്തിനെ അതിൻ്റെതായ അർത്ഥത്തിലല്ലാതെ മനസ്സിലാക്കിക്കൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും അവർ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുമുണ്ട്. അതായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവരെ സംബന്ധിച്ച് മരിച്ചവരെന്ന് പറയില്ല, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്നൊരു വിശ്വാസം ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് അല്ലാഹുവിന്റെ അടുക്കലാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യഹലോകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി യുദ്ധം ചെയ്തിട്ട് ഞങ്ങൾ ഒന്നുകൂടി കൂടുതൽ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇല്ല, അങ്ങനെ ഒരു മടക്കം നിങ്ങൾക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് അവർ ഈ ഭൂമിയിലല്ല,
അവർ നാം കേൾക്കുന്ന രൂപത്തിലല്ല, അവർ നാം അറിയുന്ന രൂപത്തിലല്ല. നമ്മളെ കേൾക്കുവാനോ നമ്മളെ കാണുവാനോ അവർക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന പക്ഷം അത് അള്ളാഹുവിന്റെ സിഫത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണം അവർക്ക് നൽകലാകും. ആ വിശ്വാസം തന്നെ ശിർക്കായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഈ ഭൂമിയിൽ അവർക്ക് ലഭിച്ച ദീനിനു വേണ്ടി സേവനം ചെയ്യുവാനുള്ള അവസരങ്ങൾ അവർ വിനിയോഗിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും അങ്ങനെ ഉന്നതമായ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അള്ളാഹും റസൂലും അറിയിച്ചു തന്നതിനപ്പുറം അവരുടെ ആത്മീയമായ ആ ആദർശ ജീവിതത്തെപ്പറ്റി നമുക്കൊന്നും അനുമാനിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അതാണ് വലാകിൻ ലാ തശ്ഉറൂൻ, എങ്കിൽ നിങ്ങൾ അത് ഗ്രഹിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതും. യുദ്ധത്തിൽ വെച്ചോ ശത്രുക്കളുടെ കൈക്കോ കൊല്ലപ്പെട്ടാൽ മാത്രം പോരാ, നിഷ്കളങ്ക മനസ്സോടും ഐഹികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ലാതെയും രണാങ്കണത്തിലിറങ്ങി കൊല്ലപ്പെട്ടവരായെങ്കിൽ മാത്രമേ ഇപ്പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർന്നുള്ള മറ്റു ഭാഗങ്ങൾ അടുത്ത ആയത്തും തുടർന്നുള്ള ഭാഗങ്ങളും ഒക്കെ ക്ഷമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന ക്ഷമയും സ്ഥൈര്യവുമുള്ള ഈമാനും ഇഖ്ലാസുമുള്ള അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളം പ്രവർത്തിക്കുവാനും ആ മാർഗത്തിൽ തന്നെ മരണപ്പെടുവാനുമുള്ള ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.